ഹലോ കേരളം, ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സംഭാഷണത്തിന് പിന്തുണ നൽകുന്നത് plotsformovies.com ആണ്. ഇതൊരു AI എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അവിടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിന് മുൻപ് അതിനെപ്പറ്റി നന്നായി മനസ്സിലാക്കാൻ 1 മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സ്കോട്ട് ഫിറ്റ്സെറാൾഡിന്റെ ദ ഗ്രേറ്റ് ഗാറ്റ്സ്ബി എന്ന ക്ലാസിക് നോവലിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. നമ്മളിത് വിശകലനം ചെയ്യുമ്പോൾ 1920കളിലെ അമേരിക്കൻ ജീവിതം, ആ തിളക്കം, അതേസമയം അതിന്റെ പൊള്ളത്തരം, സ്വപ്നങ്ങൾ, മോഹഭംഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായും. ആ കാലഘട്ടം ജാസ് യുഗമെന്നാണല്ലോ അറിയപ്പെടുന്നത്. വലിയ പാർട്ടികൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം, പ്രതീക്ഷകൾ, അങ്ങനെയൊരു പശ്ചാത്തലമാണ്. അപ്പോൾ ഈ നോവലിലെ കഥാപാത്രങ്ങൾ, അവരുടെ ബന്ധങ്ങൾ, പിന്നെ അന്നത്തെ ആ സാമൂഹിക അന്തരീക്ഷം, ഈ അമേരിക്കൻ സ്വപ്നമെന്ന വലിയ ആശയം, ഇതൊക്കെ ഫിറ്റ്സ്ജെറാൾഡ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. അപ്പോൾ കഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് നിക്ക് കാരവേ എന്ന കഥാപാത്രമാണ്, അല്ലേ? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് 1922 ഒരു വേനൽക്കാലത്ത് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ വെസ്റ്റ് എഗ് എന്നൊരു സ്ഥലത്ത് അയാൾ ഒരു വീട് വാടകയ്ക്കെടുക്കുന്നു. ആ സ്ഥലം പുതിയ പണക്കാരുടെ ഇടമാണെന്നാണ് പറയപ്പെടുന്നത്. അവിടെ രസകരമായിട്ടൊരു വേർതിരിവുണ്ടല്ലേ? അതെ അതെ. വെസ്റ്റ് എഗ്ഗും ഈസ്റ്റ് എഗ്ഗും തമ്മിലുള്ള ആ വ്യത്യാസം, അത് നോവലില് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈസ്റ്റ് എഗ്ഗ് എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് സമ്പത്തും പ്രതാപവുമുള്ള പഴയ പണക്കാരുടെ സ്ഥലമാണ്. നിക്കിന്റെ കസിൻ ഡെയ്സിയും ഭർത്താവ് ടോം ബുക്കാനനും താമസിക്കുന്നത് അവിടെയാണ്. ഈ വേർതിരിവ് ശരിക്കും അന്നത്തെ ആ സാമൂഹിക ശ്രേണീകരണത്തെയാണ് കാണിക്കുന്നത്. പുതിയ പണക്കാർക്ക് എത്ര പണമുണ്ടായാലും ആ പഴയ വൃത്തങ്ങളിൽ ഒരു അംഗീകാരം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today. അപ്പോ നിക്കിന്റെ തൊട്ടടുത്താണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രം ജെയ് ഗാറ്റ്സ്ബി താമസിക്കുന്നത്. ഭയങ്കര വലിയ പാർട്ടികൾ നടത്തുന്ന ഒരാള്. പക്ഷെ ആർക്കും ശരിക്കും അയാളെക്കുറിച്ചൊരു പിടിയുമില്ല. ഒരു രഹസ്യം പോലെയാണ് ആദ്യം തോന്നുന്നത്, അല്ലേ? ശരിക്കും നിക്കിന് മാത്രം ആ പാർട്ടിയിലേക്കൊരു പേഴ്സണൽ ഇൻവിറ്റേഷൻ കിട്ടുമ്പോഴാണ് കാര്യങ്ങളൊന്നും മാറുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, ഗാറ്റ്സ്ബിയുടെ ആ പാർട്ടികൾ എന്താ പറയാ, ഭയങ്കര ആർഭാടമാണ്, എന്നാലും അതിനടിയിലൊരു ശൂന്യതയുണ്ട്. ശരിയാണ്. ആ ശൂന്യതയ്ക്കൊരു കാരണമുണ്ട്. ഗാറ്റ്സ്ബിയുടെ എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള ഒരൊറ്റ ലക്ഷ്യം, അത് ഡെയ്സി ബുക്കാനനാണ്. വർഷങ്ങൾക്ക് മുൻപ് ഗാറ്റ്സ്ബി ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്ന സമയത്ത് അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. പക്ഷെ ഗാറ്റ്സ്ബി യുദ്ധത്തിന് പോയ സമയത്ത് ഡെയ്സി വലിയ പണക്കാരനായ ടോമിനെ കല്യാണം കഴിച്ചു. അപ്പോൾ ഗാറ്റ്സ്ബിയുടെ ഇപ്പോഴത്തെ ഈ സമ്പത്തും ഈ വലിയ വീടും, എന്തിനേറെ ഈ പാർട്ടികൾ വരെ, ഡെയ്സിയെ തിരിച്ചു കിട്ടാനുള്ള ഒരു വലിയ പ്ലാനിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ കഴിഞ്ഞുപോയ കാലം തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമം. അവിടെയാണ് ആ പച്ച വെളിച്ചത്തിന്റെ കാര്യം വരുന്നത്. ഡെയ്സിയുടെ വീടിന്റെ അപ്പുറത്തുള്ള ഡോക്കിലെ പച്ച വെളിച്ചം, അതിലേക്ക് ഈ ഗാറ്റ്സ്ബി ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, അത് നോവലിലെ വളരെ ശക്തമായൊരു ചിത്രമാണ്. അത് ഡെയ്സിയോടുള്ള ആ ഒരു ഒബ്സഷൻ മാത്രമാണോ, അതോ അമേരിക്കൻ സ്വപ്നത്തിന്റെ തന്നെ ഒരു പ്രതീകമായിട്ട് അതിനെ കാണാൻ പറ്റുമോ? രണ്ടും ചേർന്നതാണെന്ന് പറയാം. കാരണം ഗാറ്റ്സ്ബിയുടെ ആ ഉയർച്ച, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയൊരു നിലയിലെത്തിയത്, അത് അമേരിക്കൻ സ്വപ്നത്തിന്റെ സാധ്യതയെ കാണിക്കുന്നുണ്ട്. ആർക്കും കഠിനാധ്വാനം ചെയ്താൽ ഉയരങ്ങളിൽ എത്താമെന്ന ആശയം. പക്ഷേ ഫിറ്റ്സ്ജെറാൾഡ് ഇതിനെ കുറച്ചുകൂടി വിമർശനാത്മകമായിട്ടാണ് കാണുന്നത്. ഗാറ്റ്സ്ബിയുടെ പണത്തിന്റെ ഉറവിടം അത്ര ശരിയല്ല എന്നുള്ള സൂചനകളുണ്ട്. ഡെയ്സിയെക്കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാട്, അത് യാഥാർത്ഥ്യബോധമില്ലാത്തൊന്നാണ്. അവൾ ഒരു വ്യക്തി എന്നതിനേക്കാൾ നഷ്ടപ്പെട്ടു പോയ ഒരു ഭൂതകാലത്തിന്റെ പ്രതീകം പോലെയാണ് ഗാറ്റ്സ്ബിക്ക്. അപ്പോൾ ഈ സ്വപ്നം പലപ്പോഴും വെറും പണത്തിലും അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള മിഥ്യാബോധത്തിലും ഒക്കെ തട്ടിത്തകരും എന്നാണ് നോവൽ പറയുന്നത്. കഥയിലെ ആ ദുരന്തത്തിലേക്ക് വരുമ്പോൾ, ആ കാർ അപകടം ഒരു വലിയ വഴിത്തിരിവാണ്. ഡെയ്സിയാണ് വണ്ടി ഓടിക്കുന്നത്, ഗാറ്റ്സ്ബിയുടെ കാറ്. ടോമിന്റെ കാമുകി മർട്ടിലിനെ ഇടിച്ചു കൊല്ലുന്നു. പക്ഷേ അതിന്റെ കുറ്റം ഗാറ്റ്സ്ബി സ്വയം ഏറ്റെടുക്കുകയാണ്, ഡെയ്സിയെ രക്ഷിക്കാൻ വേണ്ടി. അതെ, അതിന്റെ അനന്തരഫലം വളരെ ഭീകരമാണ്. മർട്ടിലിന്റെ ഭർത്താവ് വിൽസൺ ടോം പറഞ്ഞുകൊടുത്ത തെറ്റായ വിവരം വിശ്വസിച്ച് ഗാറ്റ്സ്ബിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നു.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡെയ്സിയും ടോമും. അവർക്ക് യാതൊരു കുലുക്കവുമില്ല. അവർ അവരുടെ ആ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കൊരു ഉത്തരവാദിത്തബോധവും തോന്നുന്നില്ല. ഇത് ആ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ആ ഒരു ക്ലാസ്സിലെ ധാർമ്മികമായ ശൂന്യതയാണ് കാണിക്കുന്നത്. ഗാറ്റ്സ്ബിയുടെ മരണാന്തര ചടങ്ങിൽ വളരെ കുറച്ചുപേർ മാത്രം വരുന്നതുപോലും അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ അമേരിക്കൻ സ്വപ്നമെന്ന് പറയുന്നതിന്റെ പൊള്ളത്തരം, പിന്നെ ഈ സാമൂഹിക വർഗ വ്യത്യാസങ്ങൾ, ഭൂതകാലവും ഇപ്പോഴത്തെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു സംഘർഷം, ധാർമ്മികതയുടെ ഒരു തകർച്ച, ഇതൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ. പിന്നെ ആ ചാരനിറഞ്ഞ താഴ്വരയിലെ ഡോക്ടർ TJ എക്കിൾബർഗിന്റെ ആ കണ്ണുകളിലെ, ആ പരസ്യത്തിലെ, അതും ഒരു പ്രധാനപ്പെട്ട ചിഹ്നമാണെന്ന് തോന്നുന്നു. തീർച്ചയായും ആ വലിയ കണ്ണട വെച്ച കണ്ണുകൾ, അതൊരു പക്ഷേ എല്ലാം കാണുന്ന ഒരു ദൈവത്തെപ്പോലെയാണോ, അതോ ഈ ധാർമ്മികമായി ഒന്നുമില്ലാത്ത ലോകത്തിൽ വെറുതെ തുറിച്ചുനോക്കുന്ന ഒന്നാണോ? പല രീതിയിലും വ്യാഖ്യാനിക്കാം. ഇതിനെല്ലാം സാക്ഷിയാവുന്ന നിക് കരവയുടെ കാഴ്ചപ്പാട് വളരെ പ്രധാനമാണ്. അയാൾക്ക് ഗാറ്റ്സ്ബിയോടൊരുതരം ആരാധനയുണ്ട്, അവന്റെ ആ സ്വപ്നത്തിന്റെ തീവ്രതയോട്. പക്ഷേ അവസാനം ആ ലോകത്തിലെ പൊള്ളത്തരവും ഈ ധാർമ്മികമായ തകർച്ചയുമൊക്കെ കണ്ട് മടുത്തിട്ട് അയാൾ അവിടം വിട്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് ദി ഗ്രേറ്റ് ഗാറ്റ്സ്ബി വെറുമൊരു പ്രണയകഥയല്ല. അതൊരു കാലഘട്ടത്തെ, ഒരു സംസ്കാരത്തെ, മനുഷ്യന്റെ വലിയ സ്വപ്നങ്ങളെയും അതിന്റെയൊക്കെ ഒരു ദുരന്തപൂർണമായ പര്യവസാനത്തെയും കുറിച്ചുള്ള ഒരു ശക്തമായ നോവലാണ്. അതെ, നോവലിന്റെ അവസാനം നിക്ക് പറയുന്ന ആ വാചകങ്ങൾ ഓർമ്മയില്ലേ? അങ്ങനെ നാം മുന്നോട്ട് തുഴയുന്നു, ഒഴുക്കിനെതിരെ പൊരുതുന്ന വഞ്ചികൾ, നിരന്തരം ഭൂതകാലത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. അത് ഗാറ്റ്സ്ബിയുടെ സ്വപ്നം പോലെ ഈ ഭൂതകാലത്തെ തിരിച്ചുപിടിക്കാനുള്ള നമ്മുടെയൊക്കെ ശ്രമങ്ങൾ, അത് ഒരു തരത്തിൽ വ്യർത്ഥമാണ്, പക്ഷെ നമുക്കത് ഒഴിവാക്കാനും പറ്റില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കൊരു ചോദ്യം. ഗാറ്റ്സ്ബിയുടെ സ്വപ്നം അത് വെറുമൊരു മിഥ്യ മാത്രമായിരുന്നോ? അതോ ആ സ്വപ്നത്തിനു വേണ്ടി അയാൾ ജീവിച്ച ജീവിതത്തിന്, അതിന്റെ ആ ഒരു തീവ്രതയ്ക്ക് എന്തെങ്കിലും ഒരു മൂല്യമുണ്ടായിരുന്നോ? നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്തു തോന്നുന്നു? Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.